അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബിൽ ജഹ്മിബിന് ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയണം, യർമൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭം കുറേ മുസ്ലിമീങ്ങളൊക്കെയും ഷഹീദായി. ആ കൂട്ടത്തിൽ എൻ്റെ എളാപ്പാൻ്റെ മകനും കൂടെ ഷഹീദായോ എന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളത്തിൻ്റെ പാത്രം കൂടി ഉണ്ടായിരുന്നു. മരിക്കാൻ പോകുന്ന ആരെങ്കിലും സ്വഹാബികൾക്ക് വെള്ളം കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ വെള്ളം കരുതിയിട്ട് എൻ്റെ എളാപ്പാൻ്റെ മകനെ ഞാനിങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ എൻ്റെ എളാപ്പാൻ്റെ മകൻ മുരിയേറ്റ് ഇനി ഏതായാലും മരണപ്പെടും, കേവലം ഒരു ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ എൻ്റെ എളാപ്പാൻ്റെ മകനെ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുപോയി അദ്ദേഹത്തിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ, മരണത്തിൻ്റെ സമയമാണല്ലോ, എല്ലാവരും ദാഹിച്ചിരിക്കുന്നൊരു അവസ്ഥയാണല്ലോ, വളരെ സന്തോഷത്തോടു കൂടെ എൻ്റെ എളാപ്പാൻ്റെ മകൻ ആ വെള്ളം സ്വീകരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് ആരോ ഒരാൾ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള വെള്ളം കണ്ടപ്പോൾ അയാളിങ്ങനെ അട്ടഹാസിക്കുന്നത് കേട്ടു. അപ്പോൾ ആ അട്ടഹാസം എൻ്റെ എളാപ്പാൻ്റെ മകനും കൂടി കേട്ടു. അപ്പോഴാണ് അദ്ദേഹം ഇശാറത്ത് ചെയ്തു, എനിക്ക് വെള്ളം വേണം, നിങ്ങൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എങ്ങനെ കൊടുത്താലും എൻ്റെ എളാപ്പാൻ്റെ മകൻ നിർബന്ധിപ്പിച്ചാലും കുടിച്ചില്ല. നിങ്ങൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുമെന്ന് എന്നോട് ഇശാറത്ത് ചെയ്ത്, കൈകൊണ്ട് ഇശാറത്ത് ചെയ്തു. അങ്ങനെ ഞാൻ ആ വെള്ളവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയി. അത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനൊക്കെ വല്ലാത്ത സന്തോഷമായി. ഈ സമയത്തൊരു വെള്ളം കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഒരാൾ ഈ വെള്ളം കണ്ടപ്പോൾ ഇങ്ങനെ അട്ടഹസിക്കുന്നു. വെള്ളം വീണു എന്ന രീതിയിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല, ശബ്ദിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇശാറത്ത് ചെയ്തു, നിങ്ങൾ അങ്ങോട്ട് വെള്ളം കൊടുക്കുക എന്ന്. അങ്ങനെ ഞാൻ ആ മൂന്നാമത്തെ അരികിലേക്ക് പോയി വെള്ളം അങ്ങനെ കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് ഖദുമാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു, അദ്ദേഹം മരണപ്പെട്ടു. എല്ലാവരും അവസാനത്തെ ഘട്ടത്തിലാണ് ഉള്ളത്, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ഏതായാലും അദ്ദേഹത്തിനേക്ക് തന്നെ വെള്ളം കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ രണ്ടാമതായി ബഹുമാനപ്പെട്ട ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് ഇനി അദ്ദേഹത്തിനേക്ക് വെള്ളം കൊടുക്കാമല്ലോ, അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെള്ളം ചൊരിക്കാമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ഈ ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവസാനമായി ഇനി ഏതായാലും എൻ്റെ എളാപ്പാൻ്റെ മകനിലേക്ക് കൊടുക്കാം എന്ന് ഞാൻ അവിടെ എത്തിയപ്പോഴും അദ്ദേഹം അവിടുന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. അതേ, മരണപ്പെടുന്ന സമയത്ത് പോലും എല്ലാവരും വെള്ളത്തിനേക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന സമയത്ത് പോലും അവർ മറ്റൊരാളുടെ സുഖം അവർ ആഗ്രഹിച്ചു. എനിക്ക് കിട്ടുന്നതിനേക്കാൾ മറ്റൊരാൾക്കെങ്കിലും ആ വെള്ളം കിട്ടട്ടെ എന്നവർ കരുതിപ്പോയി. അതാണ് സ്വഹാബാക്കൾ, അതാണ് താബീങ്ങൾ, അതാണ് മഹാന്മാർ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവം അതാണ്. എനിക്ക് ഉള്ളതിനേക്കാൾ, ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ, എനിക്കെന്തെങ്കിലും ഒരു നിയമത്ത് കിട്ടുന്നതിനേക്കാൾ എൻ്റെ കൂട്ടുകാരനേക്ക് കിട്ടട്ടെ എന്നായിരുന്നു അവരുടെ ചിന്തകളും. നോക്കൂ, എപ്പോഴാണത് ചിന്തിച്ചത്? ഏതോ നല്ല ആഫിയത്തുള്ള സമയത്തല്ല, ഏതോ ഒരു നിയമത്ത് നഷ്ടപ്പെടുന്ന സമയത്തല്ല, മരണപ്പെടും. ഇനി ഏതായാലും ഒരു തുല്യ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഒതിച്ചിരിക്കുന്ന സമയത്താണ് അവർ മറ്റൊരാളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ വെള്ളം അവർ മൂന്നാളും കുടിച്ചില്ല. കാരണമെന്തേ? മറ്റൊരാൾക്ക് കൊടുക്കുക എന്നവർ ചിന്തിച്ചപ്പോൾ അവസാനം ആ കുറച്ച് വെള്ളം ആരും അവിടെ കുടിക്കാതെ മൂന്നാളും മറ്റൊരാളെ കരുതിയിട്ട് മൂന്നാളും അവർ മരണപ്പെടുകയാണ്.
ഇതാണ് നാം പഠിച്ചിരിക്കേണ്ട വലിയൊരു പാഠമാണ്. നാമും എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടെ എല്ലാവരും പരിഗണിച്ച് നല്ല സഹകരണത്തോടു കൂടെ നല്ല സ്വഭാവത്തോടു കൂടെ, അല്ലാതെ ഞാൻ മാത്രം, എൻ്റെ കാര്യം മാത്രം, എൻ്റെ മക്കളെ മാത്രം, എൻ്റെ വീട് മാത്രം, എൻ്റെ കുടുംബം മാത്രം എന്ന് ചിന്തിച്ച് മാത്രം ജീവിക്കരുത്. നാം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടം കിട്ടൂല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.